എഗ് പ്ലാന്റും മീറ്റ് സോസും ലെയർ ചെയ്തിട്ടാണ് നമ്മൾ മൂസാക്ക ഉണ്ടാക്കുന്നത്. ഗ്രീക്ക് ഡിഷായ മൂസാക്ക എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. മൂസാക്ക എന്ന് പറയുന്നത് ഒരു ഗ്രീക്ക് ഡിഷാണ്. അപ്പം മൂസാക്ക ഉണ്ടാക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമുക്ക് വേണ്ടത് ഓബിജിൻസ് അല്ലെങ്കിൽ എഗ് പ്ലാന്റ് ആണ്. 500 grams. അത് ഇതേപോലെ ആദ്യം സ്ലൈസ് ചെയ്ത് വെക്കുക. ഈ ഒരു തിക്നെസ്സിൽ സ്ലൈസ് ചെയ്ത് വെക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് വെക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പ് സ്പ്രിങ്കിൾ ചെയ്യാം. ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള എക്സസ് വെള്ളം എല്ലാം ഒന്ന് പോകാനായിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ ബേക്ക് ചെയ്യുമ്പോൾ ഒരുപാട് വെള്ളം വരും. അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ്. അരമണിക്കൂർ ഒന്ന് മാറ്റി വെക്കാം. ഇപ്പം മുസാക്ക നമ്മൾ സാധാരണ ലസാനിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ, ലസാനിയൊക്കെ അതാണെങ്കിൽ നമ്മൾ പാസ്ത ഷീറ്റിൻ്റെ ഒരു ലെയർ, പിന്നെ മീറ്റിൻ്റെ ഒരു ലെയർ, അങ്ങനെ വെച്ചിട്ട് ലെയർ ചെയ്യും. അതിന് പകരം ഇവിടെ നമ്മൾ എഗ് പ്ലാന്റും മീറ്റും വെച്ചിട്ടാണ് ലെയർ ചെയ്യുന്നത്. അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് മീറ്റ് സോസ് ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ എടുത്തു. 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ചൂടാകുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് ഗാർലിക്, വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞത് ഒരു 4-5 എണ്ണം ഫൈൻ ചോപ്പ് ചെയ്ത് ചേർക്കാം. നല്ലൊരു ഗാർലിക്കിൻ്റെ ഒരു സ്മെല്ല് ഒലിവ് ഓയിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് അണിയൻസ് ചേർക്കണം. 2 മീഡിയം സൈസിലുള്ള സവോള ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് അതുകൂടെ ചേർക്കാം. ഗാർലിക്ക് ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. സവോള നന്നായിട്ട് സോഫ്റ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് 2 ടീസ്പൂൺ പാപ്രിക്ക പൗഡർ ചേർക്കാം. പാപ്രിക്ക പൗഡർ ഇല്ലെങ്കിൽ അതിന് പകരം കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യാം സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട്. ആ പച്ചമണം ഒന്ന് മാറണം. 1 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതിയാവും. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ചേർക്കാം. ടൊമാറ്റോ പേസ്റ്റ് ഇല്ല എങ്കിൽ അതിന് പകരം ഒരു എക്സ്ട്രാ ടൊമാറ്റോ കൂടെ ചേർത്താൽ മതി. നമ്മൾ ഈ ഒരു പ്രിപ്പറേഷനിൽ നന്നായിട്ട് ടൊമാറ്റോ ചേർക്കും. ഒരു ടൊമാറ്റോ കൂടെ എക്സ്ട്രാ ചേർത്താലും മതിയാവും. ഇനി ഇതിലേക്ക് 4 ടൊമാറ്റോ ചോപ്പറിലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തേക്കുന്നത്, ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് അതുകൂടെ ചേർക്കാം. ഇപ്പോൾ ടൊമാറ്റോ ബേസ് സോസാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ടൊമാറ്റോ ഇട്ട് കഴിയുമ്പോൾ അതിൻ്റെ പുളിയൊക്കെ ഒന്ന് ബാലൻസ്ഡ് ആവാനായിട്ട് ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഷുഗർ, മധുരം ചേർക്കാം, പഞ്ചസാര, അതേപോലെ ഉപ്പ് 1.5 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത്. ഒരു 5 മിനിറ്റ്സ് ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് വഴറ്റും. ഇപ്പോൾ ഈ ഒരു പരുവായി, ഇതിനകത്തെ മോയ്സ്ചർ എല്ലാം പോയി ഒന്ന് ഡ്രൈ ആയി. ഇനി നമുക്കിതിനകത്തേക്ക് മീറ്റ് ഇടാം. മിൻസ് മീറ്റ് ചേർക്കാം. ഇതിലേക്ക് മിൻസ് മീറ്റ് 1/2 കിലോ ചേർക്കാം. ഇപ്പോൾ ട്രഡീഷണലി ലാമ്പാണ് യൂസ് ചെയ്യുന്നത്. അതിന് പകരം നമുക്ക് വീഡിയോയിൽ ചെയ്യുമ്പോൾ മട്ടണോ ചിക്കനോ ബീഫോ ബഫലോ ഏത് മീറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം. മിൻസ് മീറ്റ് ഇട്ടും നമ്മൾ ഹൈ ഫ്ലെയിമിൽ കുറച്ച് നേരം വഴറ്റുമായിരുന്നു. ഇനി നമുക്കിതിനകത്തേക്ക് സ്റ്റോക്ക് ഒഴിക്കണം. അപ്പം ബീഫ് സ്റ്റോക്ക് നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ അതിന് പകരം വെള്ളം തന്നെ ചേർത്താൽ മതി, 1 കപ്പ്. അതേപോലെ തന്നെ ഇതിനകത്തേക്ക് കുറച്ച് റെഡ് വൈനും കൂടെ ചേർക്കുകയാണ്. ഒരു 1/2 കപ്പ് റെഡ് വൈനും കൂടെ ചേർത്തു. റെഡ് വൈൻ ഇതിനകത്തൊരു നല്ലൊരു ഫ്ലേവർ കൊടുക്കും. റെഡ് വൈൻ ഇല്ല എങ്കിൽ അത് ഒമിറ്റ് ചെയ്യുക. നമുക്ക് സ്റ്റോക്ക് മാത്രം അല്ലെങ്കിൽ വാട്ടർ തന്നെ വെച്ചിട്ടും ചെയ്യാം. അപ്പോൾ ബീഫ് സ്റ്റോക്ക് ഇല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് വേണമെങ്കിൽ ഇതിനകത്ത് ഉപയോഗിക്കാം. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ സിനമൺ പൗഡറും 1/2 ടീസ്പൂൺ ഒറിഗാനോ, ഫ്രഷ് പാഴ്സ്ലേ ഒരു 2-3 ടേബിൾ സ്പൂൺ കൂടെ ചേർക്കാം. പാഴ്സ്ലേ ഫ്രഷ് ഇല്ലെങ്കിൽ ഡ്രൈഡ് പാഴ്സ്ലേ ഉപയോഗിക്കാം. ഇനി ഇത് അടച്ച് ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റ്സ് കുക്ക് ചെയ്യാം. അപ്പോൾ മീറ്റ് സോസ് ഇവിടെ റെഡിയാകുന്ന സമയം കൊണ്ട് നമുക്കൊരു ബെച്ച്മൽ സോസ് ഉണ്ടാക്കണം. ബെച്ച്മൽ സോസ് എന്ന് പറഞ്ഞാൽ വൈറ്റ് സോസാണ്. നമ്മൾ ഈ ഉണ്ടാക്കുന്ന മുസാക്കയുടെ ഏറ്റവും ടോപ്പ് ലെയർ കൊടുക്കാനായിട്ടാണ്. എന്നിട്ട് 3 ടേബിൾ സ്പൂൺ ബട്ടർ ചൂടാക്കാം. ഇതിലേക്ക് ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ മൈദ ചേർക്കുക. കുറച്ച് ഹീപ്ഡായിട്ട് എടുത്തേക്കുന്നത് ഇതേപോലെ. നന്നായിട്ട് ബബിൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമുക്കിതിനകത്തേക്ക് പാല് ഗ്രാജുവലി ചേർക്കാം, കുറേശ്ശെ കുറേശ്ശെയായിട്ട് ചേർക്കാം.
കട്ടയില്ലാണ്ട് ഗ്രാജുവലി ചേർത്ത് കട്ടയിൽ ഈച്ചെടുക്കുക. മൂന്ന് കപ്പ് പാല് ചേർത്തു. ഈ വൈറ്റ് സോസിൻ്റെ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഒരു മുട്ട ചേർക്കാം. ഒരു മുട്ടയും ഒരു എക്സ്ട്രാ ഉണ്ണിയും കൂടെ വേണം. ഈ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യുക. ഈ സോസിൽ നിന്ന് കുറച്ച് 1-2 സ്പൂൺ മുട്ടയിലേക്ക് ഒഴിക്കാം. മുട്ടയൊന്ന് ടെമ്പർ ചെയ്യാനാണ്, സെയിം ടെമ്പറേച്ചറിലേക്ക് കൊണ്ടുവരാനായിട്ടാണ്. ഇതിനകത്തേക്ക് ഒഴിക്കുക. നമുക്ക് നല്ല തിക്ക് കസ്റ്റേർഡ് പോലെ വേണം. അതിന് വേണ്ടിയിട്ടാണ്. മുട്ട ഇറക്കുമ്പോൾ നല്ലൊരു തിക്നെസ് കൂടെ കിട്ടും. ഇതിലേക്ക് കുറച്ച് നട്ട്മെഗ് ചിരണ്ടിയിടാം. ജാതിക്ക നല്ലൊരു ഫ്ലേവർ കൊടുക്കും. ഈ ഒരു ക്വാണ്ടിറ്റിക്ക് ആവശ്യത്തിന് ഉപ്പും പെപ്പറും ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പും ഒരു 1/4 ടീസ്പൂൺ തന്നെ പെപ്പറും കൂടെ ചേർക്കാം. ഓഫ് ചെയ്യാം. നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന സോസ് നമുക്ക് മാറ്റി വെക്കാം. അടുത്തായിട്ട് നമുക്ക് എഗ് പ്ലാന്റ് ഒക്കെ ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ടുണ്ട്. ഉപ്പിട്ട് വെച്ചപ്പോഴത്തേക്ക് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇതിനെ ഡ്രൈ ആക്കിയിട്ട് വേണം ഗ്രില്ല് ചെയ്തെടുക്കാനായിട്ട്. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും. എല്ലാം ഇതേപോലെ തുടച്ച് ഡ്രൈ ആക്കിയിട്ട് വേണം ഗ്രില്ല് ചെയ്യാൻ. പാൻ ചൂടായി. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ. ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് അവനിൽ വെച്ചിട്ട് വേണമെങ്കിലും ചെയ്യാം. ഇതേപോലെ പാൻ ഡ്രൈ ചെയ്തിട്ട് ഒരു ട്രേയിലേക്ക് ഒഴിച്ച് കുറച്ച് ഒലിവ് ഓയിൽ സ്പ്രിങ്കിൾ ചെയ്തിട്ട് വേണമെങ്കിലും ഗ്രില്ല് ചെയ്തെടുക്കാം. എല്ലായിടത്തും ഇതുപോലെ ചെറിയൊരു ബ്രൗണിങ് ആയി കഴിയുമ്പോൾ എടുക്കുക 2 സൈഡും. ഇതേപോലെ ഒന്നുകിൽ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യാം, അല്ലെങ്കിൽ അവനിൽ വെച്ചിട്ട് വേണമെങ്കിലും എടുക്കാം. ഞാൻ കുറച്ച് അവനിലേക്ക് വെക്കുകയാണ് കാണിക്കാനായിട്ട്. അവനിൽ വെക്കാനാണെങ്കിൽ ഇതേപോലെ കുറച്ച് ഓയിൽ ഡ്രിസിൽ ചെയ്യുക. 2 സൈഡിലും ഓയിലാവണം. ഒരു 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് അവനിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ബേക്ക് ചെയ്യുക. ഹാഫ് ടൈം കഴിയുമ്പോൾ ടേൺ ചെയ്ത് കൊടുക്കുക. അപ്പം ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ബേക്ക് ചെയ്തെടുക്കുക. ഇതേപോലെ 2 സൈഡും ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എടുക്കാം. ബാക്കിയുള്ളത് ഇതേപോലെ ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കുക. അധികം ഓയിൽ വേണ്ട, കുറച്ച് ഓയിലിനകത്തിട്ട് ഗ്രില്ല് ചെയ്തെടുക്കുക. നമ്മുടെ മീറ്റ് സോസ് അരമണിക്കൂറോളം നമ്മൾ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യായിരുന്നു. ഇപ്പോൾ ഇത് റെഡിയാണ്. ഇത് ഓഫ് ചെയ്തിടാം. മൂസാക്ക അസംബിൾ ചെയ്യാനായിട്ട് മീറ്റ് സോസ് റെഡിയാണ്. അതേപോലെ ബെച്ചമൽ സോസ് അല്ലെങ്കിൽ വൈറ്റ് സോസ് റെഡിയാണ്. എഗ് പ്ലാന്റ് നമ്മൾ ഗ്രില്ല് ചെയ്തെടുത്തു. വൈറ്റ് സോസിലേക്ക് നമുക്ക് കുറച്ച് പാർമേസൻ ചീസ് ചേർക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂണോളം ചേർത്തു. ഇത് അസംബിൾ ചെയ്തെടുക്കാനായിട്ട് ഈ ബേക്കിംഗ് ഡിഷിലേക്ക് കുറച്ച് ബട്ടർ അപ്ലൈ ചെയ്യാം. ഇനി ഒരു ലെയർ എഗ് പ്ലാന്റ്സിൻ്റെ ഒരു ലെയർ അറേഞ്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കൊടുത്തു. ഇനി നമുക്കിതിനകത്തേക്ക് മീറ്റ് സോസ് ഒഴിക്കാം. ഇപ്പോൾ നമുക്ക് എഗ് പ്ലാന്റ്സ് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ എഗ് പ്ലാന്റിൻ്റെ പീസസ് നമുക്ക് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത് കുറച്ച് മീറ്റ് സോസ് ആദ്യം എഗ് പ്ലാന്റ് ഇടുക, അതിൻ്റെ മേലെ മീറ്റ് സോസ് ഇടുക, പിന്നെയും എഗ് പ്ലാന്റ് ഇടുക, പിന്നെയും മീറ്റ് സോസ് ഇടുക, അങ്ങനെ വേണമെങ്കിലും റിപ്പീറ്റ് ചെയ്യാം. ഇനി ലാസ്റ്റ് എഗ് പ്ലാന്റ് വെച്ച് തന്നെ കവർ ചെയ്യുക. നമ്മൾ എടുത്തേക്കുന്ന 500 ഗ്രാംസ് എഗ് പ്ലാന്റും 500 ഗ്രാംസ് മീറ്റുമാണ് ഇന്ന് ഞാൻ എടുത്തേക്കുന്നത്. നമ്മൾ അസംബിൾ ചെയ്യുന്നത് ഒരു 8 ഇഞ്ചിൻ്റെ ഡിഷാണ്. ഇതിൻ്റെ പുറത്തേക്ക് നല്ല തിക്കായിട്ടൊരു വൈറ്റ് സോസിൻ്റെ ലെയർ ഒഴിക്കാം. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ചീസ് ചേർക്കുകയാണ്. പാർമേസൻ ചീസാണ്. ചെറുതായിട്ടൊന്ന് സ്പ്രിങ്കിൾ ചെയ്യുക. ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ചീസ് വേണമെങ്കിലും ഉപയോഗിക്കാം.
ഇനി ഇത് ബേക്ക് ചെയ്യണം. 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്ത് അവനിൽ വെച്ചിട്ട് ഒരു 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുക്കാം. മൂസാക്ക ഞാൻ ബേക്ക് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 30 മിനിറ്റ്സോളം എടുത്ത് എൻ്റെ അവനിൽ ഏകദേശം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്ന വരെ ബേക്ക് ചെയ്തെടുക്കുക. അപ്പം ബേക്കിംഗ് ടൈം ഓരോ അവനിലും വ്യത്യാസം വരും. ഇതെപ്പോഴും ഇച്ചിരി നന്നായിട്ട് കൂളായി കഴിയുമ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് സ്ലൈസ് ചെയ്തെടുക്കാൻ പറ്റുക. എപ്പോഴും ചൂടുണ്ട് എങ്കിലും ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഒരു സ്ലൈസ് മുറിക്കുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ സെർവ് ചെയ്യാൻ നല്ലതാണ്, അല്ലെങ്കിൽ ഗാർലിക് ബ്രെഡിൻ്റെ കൂടെ നല്ലതാണ്. മൂസാക്ക നമ്മൾ ഇതേപോലെയാണ് സെർവ് ചെയ്യുക. ഒന്നുകിൽ നല്ലൊരു സാലഡോടെ സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഗാർലിക് ബ്രെഡിൻ്റെ കൂടെ ഒക്കെ നല്ലൊരു ഓപ്ഷനാണ്. ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു സൺഡേ ബ്രഞ്ചായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു സ്പെഷ്യൽ ഡിന്നറായിട്ടൊക്കെ സെർവ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷനാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.